JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഗുളികൻ്റെ ഫലഭാഗത്തെക്കുറിച്ചാണ്. ഗുളികൻ ഓരോ രാശിയിൽ നിന്നാൽ അല്ലെങ്കിൽ ഓരോ ഭാവത്തിൽ നിന്നാൽ ഗുളികൻ നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നല്ല ഫലങ്ങളൊന്നും തന്നെ ഗുളികൻ നൽകില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുകയും ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നതുമായ ഒരു ഛായാഗ്രഹം എന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന ജാതകത്തിലായാലും ഗ്രഹനിലയിലായാലും മാന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുളികൻ ആരാണെന്ന് ചോദിച്ചാൽ ശനിയുടെ പുത്രനാണ് എന്നാണ് പറയുന്നത്. രാഹുകേതുക്കൾ ഛായാഗ്രഹങ്ങളാണെന്നും അതുകൊണ്ട് അതിനെ കൂടുതലായി പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഗുളികനെയും പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഗുളികനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഗുളികൻ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് മുഹൂർത്ത വിഷയത്തിലാണ് എന്നുള്ളതാണ്. മുഹൂർത്തം നോക്കുമ്പോൾ ഒരു ശുഭകാര്യം ഏറ്റവും നല്ല സമയം നോക്കുമ്പോൾ സാധാരണയായി ഗുളികനെ പരിഗണിക്കാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവാഹപ്പൊരുത്തത്തിൽ പാപസാമ്യം നോക്കുമ്പോഴും കാര്യമായിട്ട് ഗുളികനെ നോക്കാറില്ല എന്നുള്ളതാണ്. പ്രശ്നചിന്തയിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഗുളികൻ. അതുപോലെ പഞ്ചാംഗത്തിൽ രാഹുകാലം പോലെ തന്നെ ഗുളികകാലവും രേഖപ്പെടുത്തി കാണുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യമെന്ന് ചോദിച്ചാൽ ഈ ഗുളികനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രശ്നചിന്തയിലും അതുപോലെ തന്നെ കേരളത്തിലുമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അടിസ്ഥാനപരമായ പ്രശ്നമാർഗം അതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഉണ്ടായതും കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 11ാം ഭാവത്തിൽ മാത്രമാണ് ഗുളികൻ ഗുണഫലം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. 11ാം ഭാവം പാപഗ്രഹമായാലും ശുഭഗ്രഹമായാലും അത് ഇഷ്ടഭാവമായി വരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ലഗ്നത്തിൽ ഗുളികൻ തനിച്ച് നിന്നാൽ ഇനി ചില ഫലഭാഗങ്ങൾ പറയാം. ലഗ്നത്തിൽ ഗുളികൻ തനിച്ച് നിന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട തൊഴിലോ ധനമോ അതുമല്ലെങ്കിൽ ജനപ്രതിനിധിയോ ഏതു വിധത്തിലാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗമാകും എന്നു പറയുമ്പോൾ ശാരീരികമായി ഒരു നല്ല അവസ്ഥ വരികയില്ലെന്നും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നും പറയുന്നു എന്നുള്ളതാണ് ലഗ്നത്തിലെ ഗുളികൻ. വ്യാഴമൊഴിച്ച് ഏത് ഗ്രഹത്തോടൊപ്പം ഗുളികൻ നിന്നാലും ആ ഗ്രഹത്തിൻ്റെയൊക്കെ ഗുണത്തെ കുറയ്ക്കുകയും ഏത് രാശിയിൽ ഗുളികൻ നിൽക്കുന്നുവോ ആ രാശ്യാധിപനെ ഗുളിക ഭവനാധിപൻ എന്ന് പറയുകയും അതും ദോഷത്തെ തന്നെ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശേഷം. എന്നാൽ വ്യാഴത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ ഗുളികന് സംഭവിക്കുമ്പോൾ ഗുളികൻ്റെ ദോഷത്തിന് ഭംഗം വരുന്നു അല്ലെങ്കിൽ കുറവ് വരുന്നു എന്നുള്ളതാണ്. ധനു മീനം രാശിയിൽ ഗുളികൻ വന്നാൽ ഗുളികഭാവാധിപൻ എന്ന ദോഷം വ്യാഴത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ധനുവും മീനും രാശികൾ വ്യാഴത്തിൻ്റെ രാശികൾ ആയതുകൊണ്ട് ഗുളികൻ നാശത്തിൻ്റെ കാരകൻ അഥവാ മരണത്തിൻ്റെ കാരകനായി കാണുന്നു. ലഗ്നത്തിലെ ഗുളികൻ ക്രൂരത, അതുപോലെ കാപട്യം, നിരീശ്വരവാദം, സന്താനക്ലേശം എന്നിവയൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. 2ൽ ഗുളികൻ വരുമ്പോൾ ക്രൂരവാക്ക് പറയുന്നവനും കലഹപ്രിയനും വിവരമില്ലാത്തവൻ എന്ന് മറ്റുള്ളവർ പറയുന്ന ആ രീതി ഉണ്ടാകുന്നു. ശബ്ദത്തിന്, സംസാരത്തിന് ഏതെങ്കിലുമൊക്കെ ചില തടസ്സങ്ങൾ ഒക്കെ ചിലപ്പോൾ വിക്കായിരിക്കാം, അല്ലെങ്കിൽ വിട്ടുവിട്ട് സംസാരിക്കുന്ന രീതിയായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നും പറയുന്നു. 3ലെ ഗുളികനാണെങ്കിൽ നിർഭയവും ഒന്നിനെയും ഭയക്കുന്നില്ല, അഹങ്കാരവും സഹോദരങ്ങളുമായി യോജിച്ചു പോകാതെ വിട്ടു നിൽക്കുകയോ അകന്നു നിൽക്കുകയോ കലഹിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവവും ഉണ്ട് എന്നതാണ്. 4ാം ഭാവത്തിൽ ഗുളികൻ നിന്നാൽ സ്വജനവിരോധം, മാതൃദോഷം, വാഹനാപകടം, യാത്ര കൊണ്ട് പ്രയോജനമൊന്നുമില്ലാത്ത അവസ്ഥ, ഇങ്ങനെയെല്ലാം അതിന് ഫലം പറയുന്നു. 5ലെ ഗുളികൻ പുത്രദുഃഖത്തെയും ഉദരരോഗത്തെയും മനസ്സിൻ്റെ ചാവല്യത്തെയും
വിചാരത്തെയും സൂചിപ്പിക്കുന്നു എന്നതാണ്. അപ്പം അഞ്ചാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുമ്പോൾ പുത്രദുഃഖത്തെയും ഈ ദോഷങ്ങളെയും ഒക്കെ പറയുമ്പോൾ ഭാവാധിപൻ ആര് എന്നുള്ളതും അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ വല്ലതും ഉണ്ടെങ്കിൽ ഈ ഫലമൊന്നും അനുഭവപ്പെടത്തില്ലെന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഈ പറഞ്ഞത് കൊണ്ട് അത് അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചില്ലല്ലോ എന്നൊന്നും പറയരുത്. അങ്ങനെയും കൂടി ഒരു കാര്യമുണ്ട്. 6 ഗുളികനാണെങ്കിൽ ശത്രുക്കളെ നശിപ്പിക്കും എന്നുള്ളതാണ്. സ്വജനങ്ങളെപ്പോലും തള്ളിക്കളയും. ജാലവിദ്യക്കാരനായി ജീവിക്കാൻ ശ്രമിക്കും. സന്താന ഗുണം ഉണ്ടാകും എന്നുള്ളതാണ്. ജാലവിദ്യ അല്ലെങ്കിൽ മാജിക് ഇത്തരം കാര്യങ്ങളിൽ ശാസ്ത്രീയമായ പഠനം നടത്തി കൂടുതൽ കഴിവ് തെളിയിക്കുകയും ചെയ്യും. 6 ഭാവത്തിലെ ഗുളികൻ ഏത് ശത്രുവാണെങ്കിലും അവനെ എങ്ങനെ ഒതുക്കണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി 7 ഭാവത്തിൽ ഗുളികൻ നിന്നാൽ കളത്ര ദുരിതം അനുഭവിക്കും എന്നുള്ളതാണ്. അതായത് ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ ഒരു നല്ല കുടുംബജീവിതം, ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പല കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു പക്ഷേ 7 ഗുളികൻ നിൽക്കുന്നവൻ കൈവശം കഴിച്ചിട്ടുള്ളയാളാകാനും സാധ്യതയുണ്ടെന്നാണ്. മറ്റുള്ള ആരെങ്കിലും. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇത് പഴയ ശാസ്ത്രത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ പരസ്ത്രീകളെ ചൂഷണം ചെയ്ത് ഉപയോഗിക്കും. സ്ത്രീകളെ കയ്യിൽ കിട്ടിയാൽ അവരുദ്ദേശിക്കുന്ന കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഏത് വഴിയിലൂടെയും അവരെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. ഒരു പക്ഷേ കളത്രത്തെ ഇല്ലായ്മ ചെയ്യാനും മടിക്കില്ല എന്നുള്ളതാണ്. പല വിവരങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ പല രീതിയിൽ ഇല്ലാതാക്കി അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച കാര്യങ്ങളും ആ ക്രൂരമായ സ്വഭാവങ്ങളുമൊക്കെ ഇതെല്ലാവർക്കും സംഭവിക്കണം എന്നില്ല. പക്ഷേ അതിൻ്റെയൊക്കെ സൂചന തരുന്നുണ്ട്. പക്ഷേ ജ്യോതിഷത്തിൽ മറ്റ് ഇതിലൊന്നും അത്തരമൊരു സൂചന കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ ഭാര്യയെ ഇല്ലാതാക്കും അല്ലെങ്കിൽ ഭർത്താവിനെ ഇല്ലാതാക്കും, അങ്ങനെയുള്ള ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അവർ പിരിഞ്ഞു പോകും, മരിച്ചു പോകും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ 7 ഗുളികൻ സകലരുടെയും ശത്രുവായിട്ട് മാറും എന്നുള്ളതാണ്. കാരണം 7 ഭാവം മാർഗസ്ഥാനമായതുകൊണ്ട് ഇവരുടെ കയ്യിലിരിപ്പും തൊഴിലും ആർക്കും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവരുടെ ശത്രുവാകും. ഉപകാരസ്മരണ എന്ന് പറയുന്നത് കാണത്തേയില്ല, ഇവരുടെ ജീവിതത്തിലും കാണത്തില്ല. 8 ഗുളികൻ നിൽക്കുവാണെങ്കിൽ മുഖവൈരൂപ്യമുള്ളവനും, അതായത് മുഖത്ത് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ചില വൈരൂപ്യങ്ങൾ കാണാം. അത് എന്തെങ്കിലും അപകടത്തിലെയോ അല്ലെങ്കിൽ തീപ്പൊള്ളലോ അല്ലെങ്കിൽ ജന്മനാ ഉള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതോ ഒക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. അല്പായുസായിരിക്കും എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആയുസ്സിനെ കുഴപ്പം പറയുന്നതിൻ്റെ കാരണം അഷ്ടമം ആയുർഭാവം ആയതുകൊണ്ടാണ്. മറ്റൊരു കാര്യം, അപകട സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ്. പിന്നെ അഷ്ടമത്തിലെ ഗുളികന് പറയുന്നത് ദുർമരണ സാധ്യതകൾ കൂടുതലാണ്. അപകടമരണവും അതുപോലെയൊക്കെ ഉള്ളത് സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ഇനി 9 ഗുളികൻ നിൽക്കുന്നത് എങ്കിൽ പിതാവിനും പിതൃതുല്യരായവർക്കും സന്താനങ്ങൾക്കും ഒരു ഗുണവും ചെയ്യത്തില്ലെന്ന്, അല്ലെങ്കിൽ അവരുമായിട്ട് യോജിച്ചു പോകത്തൊന്നുമില്ല. പലപ്പോഴും അവരുമായി അകന്നു നിൽക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ദൈവാനുകൂല്യം ഇല്ലാത്ത ഒരു ഭാഗ്യദോഷിയായി, 9 ഭാവം ഭാഗ്യസ്ഥാനമാണ്, ഭാഗ്യദോഷിയായി ജീവിക്കും. അതുപോലെ തന്നെ നിരീശ്വരവാദിയുമായിരിക്കുന്ന, ഈശ്വരനെയൊക്കെ തള്ളിപ്പറയും. കാരണം ഈശ്വര വിശ്വാസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈശ്വരനെയൊക്കെ തള്ളിപ്പറയുന്ന രീതിയിൽ ഉള്ള ഒരു എന്തിനേയും എതിർക്കുന്ന ഒരു സ്വഭാവം. 10 മടിയനും അലസനും ലുബ്ധനും ഒക്കെ ആയിരിക്കും എന്ന് പറയുമ്പോഴും ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ഒരു പക്ഷേ ഏത് ശാസ്ത്രമാണെന്ന് ചോദിച്ചാൽ മുമ്പേ പറഞ്ഞ പോലെ മാജിക്കോ അതുപോലെയൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. അതുപോലെ പരോപകാരം, അതാണ് ഈ 10 ഗുളികൻ്റെ ഏറ്റവും വലിയ മഹിമ. മറ്റുള്ളവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കും. അവനവൻ്റെ കാര്യമൊന്നും നോക്കത്തില്ല. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പറയാത്ത കുഴപ്പമേ ഉള്ളൂ. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. പരോപകാരിയാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഈ 10 ഗുളികൻ നിൽക്കുന്നവരുടെ ഒരു സ്റ്റൈലുമാണ് എന്നുള്ളതാണ്. 11 ഗുളികൻ നിന്നാൽ അത് നല്ല ഭാവമാണ്. ധനലാഭം, സുഖം, ബുദ്ധി, തേജസ്, പ്രതാപം, സൗന്ദര്യം തുടങ്ങി പല ഗുണങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള ബന്ധം മാത്രം എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മൂത്ത ജ്യേഷ്ഠനുമായിട്ട്
ഇനി 12-ലാണ് ഗുളികൻ നിൽക്കുന്നതെങ്കിലോ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഒരു ഭയവും ഭീതിയും വെച്ചുകൊണ്ടേയിരിക്കും. ഈ 12-ലെ ഗുളികൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മരണം, പ്രേതം, മരിച്ചവർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഇവരിങ്ങനെ ഓർത്ത് ഭീതിയും ഭയവുമായിട്ട് ഇങ്ങനെ ജീവിക്കും. എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നൊരാൾ മരിച്ചെന്ന് കേൾക്കുന്നത് തന്നെ ഇവർക്ക് പേടിയാണ്. മരിച്ചു കിടക്കുന്ന കാണുന്നതും പേടിയാണ്. അതുപോലെ തന്നെ സ്വപ്നത്തിലെങ്ങാനും ചത്തുപോയ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയാനും വേണ്ട. അപ്പം ഇങ്ങനെ എന്തോ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഒരു ഭയം ഇവരുടെ ജീവിതത്തിൽ നിരന്തരം ഒരു മാനസിക പ്രശ്നമായിട്ട് തന്നെ ഇവരെ വേട്ടയാടും എന്നുള്ളതാണ്. കുടുംബജീവിതത്തിലും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സമ്പാദ്യം എന്ന് പറയുന്നത്, ഉള്ള ധനം ആലോചിക്കാതെ ബുദ്ധിമോശം കൊണ്ട് കളഞ്ഞു കുളിക്കുന്ന ഒരു സ്വഭാവവും 12-ാം ഭാവത്തിലെ ഗുളികനുണ്ട്. കാരണം 12-ാം ഭാവം വ്യയസ്ഥാനമാണല്ലോ. ചിലപ്പോൾ ആരെങ്കിലും പറ്റിച്ചുകൊണ്ട് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും വിശ്വസിച്ചേൽപ്പിക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി വെച്ചിരുന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കാം. ഏതായാലും അത്തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ സ്വന്തം കാര്യത്തിന് പോലും ഇവർ പണം ചിലവാക്കാറില്ല എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ലുബ്ധും അല്പത്തരവുമൊക്കെ കാണിക്കുകയും ചെയ്യും, ഉണ്ടാക്കി വെച്ചത് വല്ലവനും കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് ഈ 12-ലെ ഗുളികൻ്റെ ഒരു പ്രത്യേകത. ഇനിയും ഗുളികനെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ്റെ യോഗവും അങ്ങനെയുള്ള, അതായത് ഗുളികനും സൂര്യനുമായിട്ട് ഒന്നിച്ച് നിൽക്കുക, യോഗം ചെയ്യുക, അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ സൂര്യൻ അച്ഛനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് പിതാവുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാകില്ല, അല്ലെങ്കിൽ പിതാവിൻ്റെ വേർപാടിനെ സൂചിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സൂര്യനും ഗുളികനും തമ്മിലുള്ള ബന്ധം. ചന്ദ്രനാണെങ്കിൽ അതുപോലെ തന്നെ മാതാവുമായിട്ടുള്ള ബന്ധം നല്ല ബന്ധമായിരിക്കില്ല, ചിലപ്പോൾ അകന്നു നിൽക്കാം, ചിലപ്പോൾ അമ്മയ്ക്ക് കഷ്ടതയായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ചൊവ്വയാണെങ്കിൽ, ചൊവ്വയും ഗുളികനും ചേർന്ന് നിൽക്കുകയാണെങ്കിൽ സഹോദരങ്ങൾക്കാണ് ദോഷം പറയേണ്ടത്. ബുധനാണെങ്കിൽ, ബുധനും ഗുളികനും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. വിഭ്രാന്തി വരുന്നു, ഉന്മാദ ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ കാണിക്കും. അങ്ങനെയൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ, അത് കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതാണ് ബുധനും ഗുളികനും തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം. വ്യാഴത്തിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അതിന് മറ്റ് കാര്യങ്ങളൊന്നുമല്ല, ബുദ്ധിപരമായ കഴിവ് അത് കിഴിഞ്ഞ ബുദ്ധിയിൽ വിനിയോഗിക്കും. എന്ന് പറഞ്ഞാൽ ദുർബുദ്ധി ഇച്ചിരി കൂടുതലായിരിക്കും. അതാണ്. ശുക്രനോട് യോഗം ചെയ്താണ് ഗുളികൻ നിൽക്കുന്നത് എങ്കിൽ സ്ത്രീകൾ മൂലം കഷ്ടത അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഇവരുടെ ജീവിതത്തിൽ അധപ്പതനത്തിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് ചിലപ്പോൾ സ്ത്രീകൾ വരാം, അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടാകാം എന്നുള്ളതാണ്. പിന്നെ ശനിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ, അതായത് ശനിയുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുക, അങ്ങനെയാണ് ശനിയും ഗുളികനും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ശനിയുടെ ഭാവസ്ഥിതി അനുസരിച്ച് ആണ് ഫലം പറയേണ്ടത് എന്നുള്ളതാണ്. പിന്നെ തൊഴിലാളികളിൽ നിന്ന് ഗുണമുണ്ടാകും എന്നുള്ളതാണ്. ഈ പറയുന്നതൊക്കെ ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നതിന് ഒരു പ്രാധാന്യമുണ്ട്. കാരണം 11-ാം ഭാവം ഇഷ്ടഭാവമാണ്. ഈ പറഞ്ഞതൊക്കെ തന്നെ ഗുളികനുമായിട്ടുള്ള ബന്ധത്തിൽ അതിന് ചേരുന്ന ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ അത്ര വലിയ ദോഷമൊന്നുമല്ലേ, ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊരു പൊതുഫലമാണ് മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ളതാണ്. മറ്റേ ഓരോ ഭാവത്തിൻ്റെയും ഫലങ്ങൾ നമുക്കറിയാമല്ലോ. പാവഗ്രഹങ്ങൾ ഏതേത് ഭാവങ്ങളിൽ വരുമ്പോൾ ഗുണം ചെയ്യുന്നു, ഏതേത് ഭാവങ്ങളിൽ വരുമ്പോൾ ദോഷം ചെയ്യുന്നു എന്നുള്ളത്. ഇനി രാഹുവുമായിട്ടൊരു ബന്ധം വന്നാൽ വിഷസംബന്ധമായ ദുരിതം അഥവാ വിഷം, അതുപോലെ രാസവസ്തുക്കൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായി വരാം എന്നുള്ളതൊന്ന്. മറ്റൊരു കാര്യം, ഗുളികനുമായിട്ടുള്ള ബന്ധം ശരീരത്തിൽ വിഷത്തിൻ്റെ ഏതെങ്കിലും ബന്ധം മൂലം ഉള്ള പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ വിഷം കൈകാര്യം ചെയ്യുന്ന, വിഷവും കെമിക്കലും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് വരാം. ഇതെല്ലാം രാഹു ഗുളികൻ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇനി കേതുവുമായിട്ടൊരു ബന്ധം വന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ്. അതായത് അഗ്നി കൊണ്ട് ആപത്ത് വരിക. അത് പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. തീയാണല്ലോ, വെടിമരുന്ന്, പടക്കം, ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അപകട സാധ്യത നമുക്കങ്ങനെ കണ്ടെത്താൻ പറ്റും. ഗ്യാസ്,
അങ്ങനെ കണ്ടെത്താൻ പറ്റും. അതുപോലെ തീയുമായിട്ട് അഗ്നി കൊണ്ടുള്ള ഒരു പ്രവൃത്തിയിൽ ഏത് തരത്തിൽ വേണമെങ്കിലും ആ ഒരു അപകട സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. രോഗവും ദുരിതവും അപകടവും ഒക്കെയാണ് ഇതിനകത്തിലെ പ്രധാനമായി ഗുളികനെക്കുറിച്ച് കേതുവിനെക്കുറിച്ച് പറയുന്നത്. കേതുവും ഗുളികനും തമ്മിൽ യോഗം ചെയ്ത് നിൽക്കും. ഇത്രയും പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ ഗുളികൻ്റെ ഓരോരോ ഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഇതൊരു പൊതുഫലമാണ്. ഇപ്പോൾ 5-ൽ ഗുളികൻ നിൽക്കുന്നു എങ്കിൽ കുട്ടികളുണ്ടാകില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ 5-ൽ ഗുളികൻ നിൽക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്ന് പറയാൻ ആ 5-ൽ വ്യാഴത്തിൻ്റെ എന്തെങ്കിലും ബന്ധം വന്നാൽ ഈ ഗുളികന് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കുട്ടികളുണ്ടാകും. അഥവാ എന്തെങ്കിലും അപാകതയൊക്കെ തുടക്കത്തിൽ വന്നാലും അത് മാറിപ്പോവുകയും ചെയ്യും. അപ്പം ഇതൊരു പൊതുഫലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുളികൻ സാധാരണഗതിയിൽ മരണത്തെയും നാശത്തെയും സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ പ്രശ്നചിന്തയിൽ ദുർമരണ സൂചന വരുന്ന കാര്യങ്ങളാണ് പ്രധാനമായും പ്രേതം, അതുപോലെ തന്നെ ഇത്തരം ദുർമരണങ്ങൾ, അപകടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂചനയൊക്കെ പിന്നെ ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള ചില ഭാഗങ്ങളൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എങ്കിലും ജാതകത്തിലായാൽ പോലും ഗുളികൻ്റെ ചില സാന്നിധ്യം ഒന്നും അനുഭവപ്പെടാതിരിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, തള്ളിക്കളയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തള്ളിക്കളയാം. അതല്ല, ഇതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നന്നായി പഠിച്ചിട്ട് വേണം, ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കുകയും ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.